അമേരിക്കയിലെ 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപിനെ പ്രഖ്യാപിച്ചു. US കോൺഗ്രസിന്റെ സമ്മേളനത്തിലാണ് ട്രംപിന്റെ വിജയം അംഗീകരിച്ചത്. വൈസ് പ്രസിഡന്റും എതിർ സ്ഥാനാർത്ഥിയുമായിരുന്ന കമല ഹാരിസാണ് ട്രംപിനെ വിജയിയായി പ്രഖ്യാപിച്ചത്. സമാധാനപരമായ അധികാര കൈമാറ്റത്തിനുള്ള നടപടികൾ ആരംഭിച്ചതായി കമല ഹാരിസ് അറിയിച്ചു. ഈ മാസം 20-നാണ് സത്യപ്രതിജ്ഞ. കഴിഞ്ഞ നവംബർ 5-നായിരുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. പുതുവർഷ ദിനത്തിൽ ഭീകരാക്രമണം നടന്ന ന്യൂ ഓർലിയൻസ് സന്ദർശിച്ച US പ്രസിഡന്റ് ജോ ബൈഡൻ. ബൈഡനും പത്നി ജില്ലും ബർബൺ സ്ട്രീറ്റിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി ആദരമർപ്പിച്ചു. ആക്രമണത്തിൽ 14 പേരാണ് കൊല്ലപ്പെട്ടത്. 1 ഡസനോളം പേർക്ക് പരിക്കേറ്റു. ആൾക്കൂട്ടത്തിലേക്ക് IS അനുഭാവി കാർ ഇടിച്ചു കയറ്റിയാണ് ആക്രമണം നടത്തിയത്. ഷിജിയാൻ 25 ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ച് ചൈന. പുലർച്ചെ 4 മണിക്ക് ലോങ് മാർച്ച് B കാരിയർ റോക്കറ്റിലാണ് ഉപഗ്രഹം വിക്ഷേപിച്ചത്. ഭ്രമണപഥത്തിലിരിക്കുന്ന ഉപഗ്രഹങ്ങൾക്ക് ഇന്ധനക്കുറവ് നികത്തുന്നതിന് ഷിജിയാൻ 25 സഹായകമാകുമെന്ന് ചൈനീസ് ബഹിരാകാശ ശാസ്ത്രജ്ഞർ അറിയിച്ചു. ലോങ് മാർച്ച് റോക്കറ്റ് പരമ്പരയിലെ 555ാമത് വിക്ഷേപണമാണ് ഇന്ന് നടന്നത്. ഉത്തര കൊറിയ ഹൈപ്പർസോണിക് മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചതായി അവകാശപ്പെട്ടു. പസഫിക് മേഖലയിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചതെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ സിയോളിൽ ദക്ഷിണ കൊറിയൻ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി 2 മാസത്തിനുള്ളിലാണ് ഉത്തര കൊറിയ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിക്കുന്നത്. പൊതുവെ ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളെ ശത്രുക്കൾക്ക് കണ്ടെത്താനും പ്രതിരോധിക്കാനും വളരെയേറെ പ്രയാസമാണ്. തങ്ങൾ വിജയകരമായി വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലിന് ശബ്ദത്തേക്കാൾ 12 മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുമെന്ന് ഉത്തര കൊറിയൻ അധികൃതർ അവകാശപ്പെട്ടു. അമേരിക്കയിൽ ശൈത്യക്കാറ്റിൽ 5ഓളം പേർ മരിച്ചു. അതിശൈത്യത്തെ തുടർന്ന് സ്കൂളുകൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. യാത്രാ നിരോധനവും വൈദ്യുത നിയന്ത്രണവും പല ഭാഗങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കയിലെ മേരിലാൻഡ്, വെർജീനിയ, വെസ്റ്റ് വെർജീനിയ ഉൾപ്പെടെ 7 സംസ്ഥാനങ്ങളിൽ അതിശൈത്യത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2300-ലധികം വ്യോമ സർവീസുകൾ റദ്ദാക്കി. 9000-ഓളം വ്യോമ സർവീസുകളുടെ സമയക്രമത്തിൽ മാറ്റമുണ്ട്.